സാൾട്ടിംഗ് അവർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീം 2025 കേരള എഞ്ചിനീയറിംഗ് ഫാർമസി CBT എൻട്രൻസ് എക്സാമിനേഷൻ്റെ നോർമലൈസ്ഡ് സ്കോറ്, ഓരോ ദിവസത്തെയും നോർമലൈസ്ഡ്, ഓരോ സെഷനിൻ്റെയും നോർമലൈസ്ഡ് സ്കോറ് കാൻഡിഡേറ്റ്സിൻ്റെ പോർട്ടലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ദിവസമാണോ സെഷൻ എഴുതിയിരിക്കുന്നത് ആ സെഷനിലെ പെർസെൻറ്റേജിലും അതേപോലെ നോർമലൈസ്ഡ് സ്കോറും എത്രയാണെന്ന് നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ് നിങ്ങളുടെ ലോഗിൻ പേജിൽ. അപ്പോൾ നോർമലൈസ്ഡ് സ്കോറ് കാണാൻ അവിടെ റിസൾട്ട് എന്നുണ്ടാവും. റിസൾട്ട് ക്ലിക്ക് ചെയ്താലാണ് നിങ്ങൾക്കത് കാണാൻ സാധിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ നോർമലൈസ്ഡ് സ്കോറ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. The final answer key is published in the website in order to compensate for the deleted questions. The raw scores obtained for the remaining questions of each examination for each subject have been multiplied by the respective correction factor to obtain the individual scores for the respective sections. Depending on the number of questions deleted as per the finalist answer key, the correction for each session is as follows. അതായത് ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തവർക്ക് മാത്രമല്ല മാർക്ക് നൽകിയിരിക്കുന്നത്, എല്ലാവർക്കും അതിൻ്റെ ഫ്രാക്ഷൻ മാർക്ക് കിട്ടുന്നതാണ്. ഒരു ഉദാഹരണത്തിന് 27/4/2025 27/4/2025 ഫിസിക്സിൽ ഒരു ക്വസ്റ്റ്യനും അതേപോലെ മാത്സിൽ 4 ക്വസ്റ്റ്യനാണ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫിസിക്സിലെ കറക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 45/44 അതേസമയം മാത്സിലെ അന്നത്തെ കറക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് 75/71 75/71. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ 75/71 ചെയ്യുമ്പോൾ നോക്കുക, 75/71 ഒരു ക്വസ്റ്റ്യന് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 1.05633 ഇങ്ങനെ പോകുന്നു ഇൻറ്റു 4. അതായത് കറക്റ്റ് ആൻസർ ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യന് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 4.225352 എക്സെട്ര. അത് 4 ഡിജിറ്റ് വരെ ആയിരിക്കും കറക്റ്റായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള 75 ക്വസ്റ്റ്യനിൽ നിങ്ങൾ 50 ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻറ്റു 50. അപ്പോൾ സാധാരണഗതിയിൽ 50 ക്വസ്റ്റ്യൻ കറക്റ്റായിട്ടുണ്ടെങ്കിൽ 4 × 50 200 മാർക്കാണ് കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ നോക്കുക 211.267660 ഇങ്ങനെയാണ് മാർക്ക് പോകുന്നത്, അതായത് മാർക്ക് കാണിക്കുന്നത്. അതായത് 50 ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ 211 മാർക്ക് 211 പോയിൻറ്റ് സംതിങ് കിട്ടുന്നു. മൈനസ് എത്രയാണോ നിങ്ങളെ തെറ്റാക്കി എഴുതിയിരിക്കുന്നത് അത് ഇൻറ്റു 1 തന്നെ ആയിരിക്കും. അത് അവിടെ കറക്ഷൻ ഫാക്ടർ ഉണ്ടോ ഇല്ല എന്നുള്ളത് ഇതിൽ പറഞ്ഞിട്ടില്ല, ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ മൈനസ് മാർക്കിന് കറക്ഷൻ ഫാക്ടർ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇതാണ് സാധാരണഗതിയിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പലരും ചോദിച്ചിരുന്നു. എങ്ങനെയാണ് ഈ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക? ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് അത് അറ്റൻഡ് ചെയ്തവർക്ക് മാത്രമേ മാർക്ക് കൊടുക്കുകയുള്ളൂ, അതല്ല ടോട്ടൽ ഈ 150 ക്വസ്റ്റ്യനിൽ ഇത്ര എണ്ണം ഡിലീറ്റ് ചെയ്തു, അപ്പോൾ 150 ഡിലീറ്റഡ് എത്രയാണോ അത് മൈനസ് ചെയ്തിട്ട് അതാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയായിരുന്നു പലരും ചോദിച്ചിരുന്നത്. ഇത് ഓരോ പേപ്പറിലും ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസിനനുസരിച്ചാണ് ഇവിടെ കറക്ഷൻ ഫാക്ടർ കൊടുത്തിരിക്കുന്നത്. ഫാർമസിയിലും ഒരു ദിവസം കറക്ഷൻ ഫാക്ടർ ഉണ്ട്. കെമിസ്ട്രിയിൽ 45/44 29/4/2025 സെഷനിൽ കെമിസ്ട്രിയിൽ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. 45/44 അവിടെ കറക്ഷൻ ഫാക്ടറായി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ നോർമലൈസ്ഡ് സ്കോറ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. നോർമലൈസ്ഡ് സ്കോറ് കാൽക്കുലേറ്റ് ചെയ്ത് അത് പിന്നെ സെക്ഷൻ വൈസ് ഓരോ സെഷനിലും എത്രയാണ് എന്ന് ഇത് മറ്റ് അതിൻ്റെ ഈസിനെസ് ഇതൊക്കെ നോക്കിയിട്ട് അതിൻ്റെ സ്കോറും അതിൻ്റെ കൂടെ ഒരു നോർമലൈസേഷൻ ടോട്ടൽ നോർമലൈസേഷൻ പ്രോസസ്സും കൂടെ നടത്തിയതിന് ശേഷമുള്ള സ്കോറായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിനിൽ കാണുന്നത്. ഇനി എഞ്ചിനീയറിങ്ങിൻ്റെ കേസിൽ ഇതിലേക്ക് PCM മാർക്ക് സ്റ്റാൻഡർഡൈസേഷൻ ചെയ്തതിന് ശേഷം അതും കൂടെ ആഡ് ചെയ്തിട്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക.
ഫാർമസിക്ക് ഇപ്പോൾ നിങ്ങളുടെ ഇതിൽ കാണിക്കുന്ന നോർമൽ സ്കോർ അതനുസരിച്ച് തന്നെയായിരിക്കും റാങ്ക് ലിസ്റ്റും തയ്യാറാക്കുന്നത്. അവിടെ PCM മാർക്ക്, ഫിസിക്സ് കെമിസ്ട്രി മാത്സിലെ മാർക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ബാക്കി കാര്യങ്ങൾ അതിൻ്റെ മുറക്ക് ഞാൻ ഈ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്ത് തരാം. വീഡിയോ വാച്ച് ചെയ്യുന്ന നന്ദി, നമസ്കാരം.